ഒമാൻ പൗരത്വം ഉൾപ്പെടെയുള്ള നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ പ്രഖ്യാപിച്ച ആഭ്യന്തര മന്ത്രാലയം രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ഏറ്റെടുക്കൽ, ഉപേക്ഷിക്കൽ, ബാധ്യതകൾ എന്നിവയുൾപ്പെടെ നിയന്ത്രിക്കുന്ന സമഗ്രമായ നിയമങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ചുള്ള മന്ത്രിതല തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഒമാനി പൗരത്വത്തിനുള്ള അപേക്ഷാ ഫീസ് 600 ഒമാനി റിയാലാണ്. പൗരത്വം പുനഃസ്ഥാപിക്കുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ അപേക്ഷാ ഫീസ് 200 ഒമാനി റിയാലും. ഒമാനി പൗരത്വം ഉപേക്ഷിക്കുന്നതിന് മറ്റൊരു പൗരത്വം ലഭിച്ചതിന്റെ തെളിവും മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം അനുവദിച്ചതായി സ്ഥിരീകരിക്കുന്ന രേഖകളും സമർപ്പിക്കണം. ഒമാനി പൗരത്വം നഷ്ടപ്പെട്ടതോ മറ്റൊരു പൗരത്വം നേടുന്നതിനായി അത് ഉപേക്ഷിച്ചതോ ആയ ഏതൊരാൾക്കും പൗരത്വം പുനഃസ്ഥാപിക്കുന്നതിനായി അപേക്ഷ സമർപ്പിക്കാം. സുൽത്താനേറ്റിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും സ്ഥിരതാമസവും മറ്റു പൗരത്വം ഉപേക്ഷിച്ചതിന്റെ തെളിവും ഹാജരാക്കണം. ഒമാനി പുരുഷന്റെ ഭാര്യയായ വിദേശ വനിതയ്ക്ക് നിബന്ധനകളോടെ ഒമാനി പൗരത്വത്തിന് അപേക്ഷിക്കാനാകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയോടെ വിവാഹം നടന്നിരിക്കണം. വിവാഹിതയായി ഭർത്താവിനൊപ്പം സുൽത്താനേറ്റിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും താമസിച്ചിരിക്കണം. ഒമാനി ഭർത്താവിൽ നിന്ന് ഒരു ഒമാനി മകനുണ്ടായിരിക്കണം. നല്ല പെരുമാറ്റമുള്ളവരാകണം. ധാർമ്മികതയില്ലായ്മയോ സത്യസന്ധതയില്ലായ്മയോ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ലഭിച്ചിട്ടില്ലാത്തവരാകണം. ഒമാനി സ്ത്രീയെ വിവാഹം കഴിച്ച വിദേശിക്ക് പൗരത്വം ലഭിക്കുന്നതിന് വിവാഹം മന്ത്രാലയം അംഗീകരിച്ചിരിക്കണം. പൗരത്വം നഷ്ടപ്പെട്ടവരോ റദ്ദാക്കിയവരോ പിൻവലിച്ചവരോ ആയ ആരെങ്കിലും 90 ദിവസത്തിനുള്ളിൽ അവരുടെ പാസ്പോർട്ട്, ID കാർഡ്, മറ്റ് ഒമാനി രേഖകൾ എന്നിവ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയിലേക്കോ വിദേശത്തുള്ള ഒമാനി എംബസികളിലേക്കോ തിരികെ നൽകണം. അല്ലാത്തപക്ഷം അധികാരികളുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം നടപടി സ്വീകരിക്കും. 24 ഒമാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.